ഓല ഇറക്കിയ ഫസ്റ്റത്തെ ബൈക്ക് സെഗ്മെന്റിലെ വണ്ടിയാണ് റോഡ്സ്റ്റർ എക്സ് ആൻഡ് എക്സ് പ്ലസ്. ഇതിന്റെ ഫസ്റ്റ് ലോഞ്ച് ഇപ്പൊ നടന്നിട്ടൊരു 3 മാസമായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മോഡൽ കൂടി, പ്രോയും വേറൊരു വേർഷനും കൂടി, റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലും കൂടി ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഭയങ്കര സ്പോർട്ടി ലുക്കാണ്. ഇപ്പൊ ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ പറയാണെന്ന് വെച്ചാൽ, ഇതിപ്പോ വണ്ടി എടുത്തിട്ട് നിയർലി ഒരു 5000 കിലോമീറ്റേഴ്സ് ആയി. ഒരു മാക്സിമം റേറ്റ് കുറച്ച് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അതനുസരിച്ച് കുറെ എന്താ പറയുക മെറ്റീരിയൽസിലും കുറച്ച് ക്വാളിറ്റി കുറവ് വെച്ചിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഗുഡ്. പിന്നെ ഇതിന്റെ സീറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തിൻ സീറ്റാണ് വെച്ചേണത്. അത് നല്ല സ്പോഞ്ചി ഉണ്ട്. പക്ഷെ ഇച്ചിരി ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ വേറെ സീറ്റ് എന്തായാലും അടിച്ചിടും, അത് നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട്. നിയർലി 120 കിലോമീറ്റേഴ്സ് പെർ ഡേ റൈഡ് ഉണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും പോകണം, ഓഫീസിൽ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് പെട്രോളിന് തന്നെ ചിലവ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഈ ഇലക്ട്രിക്കിനെ കുറിച്ച് ഒരു ഐഡിയയിലേക്ക് പോയത്. മറ്റേ ഓല S1 സ്കൂട്ടറിലാണെങ്കിൽ നമുക്ക് ഡിക്കി സ്പേസ് കുറച്ചുകൂടി ഉണ്ട്. ഇതിനകത്ത് ഡിക്കി സ്പേസ് അത്ര ഇല്ല, ബട്ട് ഇത്ര ലോങ് റൈഡിന് ഇത് ഓക്കെയാണ്. ഡിസ്ക് ബ്രേക്ക് തന്നെ അത് ഈ റോഡ്സ്റ്റർ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. എക്സിന് ഫ്രണ്ട് ഈ സാധാരണ പോലെ തന്നെ ബ്രേക്ക് ഷൂ തന്നെ വരുന്നത്. അതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ സസ്പെൻഷൻ ആണ് 2 സൈഡിൽ. സാധാരണ നമ്മുടെ CT100 അങ്ങനത്തെ പ്ലാറ്റിന അങ്ങനത്തെ ബൈക്കുകളിലേക്ക് വേണമല്ലോ, മോണോ സസ്പെൻഷൻ അല്ല. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി മോണോനേക്കാളും ഇച്ചിരി പെർഫോമൻസ് കുറച്ച് താഴെയാണ് മാത്രം. സാധാരണ പോലെ ബാറ്ററി കുത്തിവെച്ച് ചാർജ് ചെയ്താൽ മാത്രമല്ല ചാർജ് തരാം. ഇത് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ചാർജ് കുറച്ച് ഡൗൺ ആകുമ്പോഴും ഈ റണ്ണിങ്ങിലാണ് നമുക്ക് ചാർജ് തിരിച്ചു തരാനുള്ള സെറ്റപ്പ് ഉണ്ട്. അല്ല ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം റീജനറേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. അത് ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് റീജനറേഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആക്സിലേറ്റർ ഇങ്ങോട്ടാതിരിക്കുക റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. ഇത് സെയിം വേ ആൻഡ് റിവേഴ്സ് ചെയ്യണം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് റീജനറേഷൻ. ഇപ്പോൾ പാർക്ക്ഡ് മോഡിലായിരിക്കും ഓണാവുക. പിന്നെ സ്റ്റാൻഡ് ചെയ്യാൻ ഓൾറെഡി തട്ടി. ദെൻ ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നോർമൽ മോഡിലേക്ക് ആവും. ബൈ ഡിഫോൾട്ട് നോർമൽ മോഡിലേക്കാണ് വീഴുക. പിന്നെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും മോഡ്. ഇതിപ്പോൾ ഇക്കോ, ദെൻ നോർമൽ, അതേപോലെ സ്പോട്ട്, അത് കഴിഞ്ഞിട്ട് മൈ മോഡ്. ഈ മൈ മോഡ് എന്നുള്ളത് നമ്മുടെ ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ ഡു യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സ്പീഡ് എത്ര വേണം മാക്സിമം കയറാൻ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് 80 സെറ്റ് ചെയ്ത് അത് നമുക്ക് 60 ആക്കാം, 50 ആക്കാം. 50 ആക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം റേഞ്ച് നല്ലോണം കിട്ടും നമുക്ക്. അങ്ങനെയാണ് മോഡ് വൈസ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഒരുവിധം ഇലക്ട്രിക് ബൈക്കുകളിൽ വരുന്ന പോലെ ഇതിനുണ്ട്. അത് ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് അറിയാലോ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ 60 പോയിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 60 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആക്സിലേറ്റർ ടച്ച് ചെയ്തില്ലെങ്കിലും ഒന്നും ടച്ച് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി. പിന്നെ അത് കട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ സ്വിച്ച് മാനം നമുക്ക് നോക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റർ കുറയ്ക്കുക കൂട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് ഫ്രണ്ടോ ബ്രേക്ക് ഏതെങ്കിലും പിടിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്വിച്ച് മാനം ഞെക്കിയാലോ ഓഫ് ആവുള്ളൂ, അങ്ങനെയില്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻട്രപ്ഷൻ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രൂയിസ് കട്ടാവും. അതുപോലെ തന്നെ ഈ വണ്ടി വരുന്നത് ചെയിൻ ഡ്രൈവാണ്. സാധാരണ മറ്റേ പണ്ടത്തെ ഓലയുടെ വണ്ടികളിലേക്ക് വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു. എപ്പോഴും പൊട്ടിയിട്ട് ഭയങ്കര കംപ്ലൈന്റുകളായിരുന്നു. ഇത് ചെയിൻ ഡ്രൈവ് വരുന്നത്. ഇതാണ് ഇതിന്റെ ചെയിൻ. പക്ഷെ അത് ഓപ്പൺ ചെയിൻ ആണ്. ഓപ്പൺ ചെയിൻ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണിങ്ങിൽ പൊടി കയറി പിടിക്കാനത് പൊടി ചരലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് പെട്ടെന്ന് തീരും. അപ്പോൾ അതങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ലൂബ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കൊണ്ടുനടന്നാലാണ് അതിന്റെ ആ ഒരു ലൈഫ് നമുക്ക് കിട്ടുള്ളൂ കൃത്യമായിട്ട്. ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കുറച്ച് കൂടുതലുണ്ട്. ബെൽറ്റ് ഓവർ ഇങ്ങനെ കയറി ലൂസായിട്ട് ഓവർ കയറി കറങ്ങണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം എഫിഷ്യൻസി മോട്ടറിൽ നിന്ന് ടയറിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് ലൂസ് ആകുമ്പോൾ അതനുസരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പായിട്ട് റേഞ്ചും അതുപോലെ സ്പീഡൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് ആകുമ്പോൾ 5000 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ്. ആ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ സർവീസ് ആണെന്നാണ് കമ്പനി പറഞ്ഞത്. അതെങ്ങനെയാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ കാണാം. കാരണം ഓലയുടെ സർവീസ് സെന്ററുകളൊക്കെയും പ്രശ്നമാണെന്ന് ചിലവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്കമിങ് വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലൈറ്റ് ഹെഡ്ലൈറ്റ് നല്ല എന്താ പറയാ നല്ല ബ്രൈറ്റ് ആൻഡ് വൈറ്റ് ലൈറ്റ് ആണ്. ഇതിന്റെ LED ടൈപ്പ് ആണ്. ഇതിപ്പോ ഡിം മോഡലാണ്. ഇത് എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഹൈ ബീം അത് സെറ്റപ്പാണ്. അത് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൊന്തിച്ചോ താത്തോ എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷനിൽ നമുക്ക് റോട്ടിൽ എങ്ങനെയാണോ ലൈറ്റ് വേണ്ടത് സാധാരണ വണ്ടികൾക്കുള്ള പോലെ തന്നെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പറ്റും. ഈ ചാർജിങ്ങിന്റെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വീട്ടിൽ ഒരു ഓലയുടെ വണ്ടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പവർ ചാർജിങ് സ്റ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധനം പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാർജിങ് കാണാം, എത്ര ശതമാനമായെന്ന് കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു മെത്തേഡ്. അത് കൂടാണ്ട്
ചെയ്താണ് സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഓലയുടെ സ്കൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാർജർ അങ്ങനെ തന്നെ നമ്മൾ പൊക്കി കൊണ്ടു കിടക്കണം, എന്നിട്ട് അതെടുത്ത് പുറമെ വെച്ച് ചാർജ് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സെറ്റപ്പ്. ജസ്റ്റ് നമുക്ക് ഈ കേബിള് എടുത്ത് ഇത്ര നീളമുണ്ട്, ഏകദേശം 2.5 മീറ്ററോളം നീളമുണ്ട് ഈ സാധനം. ഇതിനുള്ള സ്ലോട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ തിരിച്ചു വെക്കാം. എവിടെയാന്ന് വെച്ചാൽ കുത്തി വെക്കുക. നോർമൽ പ്ലഗിൽ കുത്താൻ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ചാർജിങ് വൈസ് ഉള്ള സെറ്റപ്പ്. അപ്പോൾ ഈ സാധനം പുറത്ത് അല്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതെങ്കിലും സെന്ററിൽ കൊണ്ടിട്ട് നമുക്ക് കുത്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ അതിനൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുത്ത് വെച്ചു. ബട്ട് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം എന്നല്ല, ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി സ്പേസ് ഇല്ല കമ്പയർ ടു അതർ ഓല സ്കൂട്ടർ. പിന്നെ ബൈക്കിന് ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. പിന്നെ അവർ വേറെ പ്രൊവിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചാർജർ വേണമെങ്കിൽ നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് അധികം ഓട്ടോ ഉള്ള ആളല്ല, വീട്ടിൽ വരുമ്പോൾ മാത്രമേ ചാർജ് ചെയ്യണുള്ളൂ, പുറത്ത് പോയിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരണേ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചാർജർ അങ്ങനെ തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 കിലോയോ അത്രയോ സംതിങ് ഡിക്കി സ്പേസ് നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഇലക്ട്രിക് വണ്ടിയാണ്, അതനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ രീതിക്കുള്ളതൊന്നല്ല, പക്ഷെ അത് കമ്പനിയിലെ സർവീസിനോട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ സിമുലേറ്ററാണ്. ഞാൻ ഇത് മാക്സിമം ഇതിന്റെ ഡ്യൂറബിലിറ്റി ഞാൻ നല്ല പോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര നാൾ ഓടിച്ചത്. അതായത് നല്ല മഴയത്ത് ഓടിച്ചിട്ടുണ്ട്, നല്ല വെയിലത്ത് ഓടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ രാത്രി ഓടിച്ചിട്ടുണ്ട്. രാത്രി ഓടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ടെമ്പറേച്ചറും ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. മഴയത്ത് കുറച്ച് ദിവസം നല്ല പോലെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഹോണില്ലേ അത് ചില സമയത്ത് വർക്കാവില്ല, അതായിരുന്നു പ്രശ്നം. അപ്പൊ അത് നല്ല വെയിലുള്ള സമയത്ത് കുറച്ചൊന്നായി അതിനകത്ത് വെള്ളം പോയിട്ടാണ് പിന്നെ അത് വർക്ക് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ അത് ഞാനപ്പോൾ വിചാരിച്ച് മഴയത്തായിരിക്കുന്നു. പിന്നെ അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മഴയില്ലാണ്ട് വെയിലത്തും ആ സാധനം വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അത് മഴയുടെ അല്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ മഴ മാറി നല്ല വെയിലായ സമയത്ത് പിന്നെ ആ പ്രശ്നം ഒക്കർ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഞാൻ ഷോറൂമിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഹോണ്ട പ്രശ്നമാണ് അവർ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളം കയറിയിട്ടാവാം ഒരു പക്ഷെ, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് എന്താണെങ്കിലും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് റീജൻ ടെക്നിക്സ് ഉണ്ട് ഞാൻ പറഞ്ഞു. ഇത് റിവേഴ്സ് തിരിച്ചാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീജൻ ആവും. അപ്പൊ അത് നമ്മൾ വണ്ടി ഇപ്പോൾ 100%ലോ 90%ലോ എത്രയില്ലാന്ന് വെച്ചിട്ട് എടുത്തു വരുന്ന സമയത്ത് 90 എബവ് ഈ റീജൻ വർക്ക് ചെയ്യില്ല. അതിന്റെ ബാറ്ററി ഓവർ ചാർജ് വണ്ടിക്ക് വേണ്ടിയിട്ട് കമ്പനി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ബിലോ 90 ആണ് ഈ റീജൻസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ബിലോ 90ൽ ഞാനങ്ങനെ റണ്ണിങ്ങിൽ ഒരു 60 കിലോമീറ്റേഴ്സ് അന്ന് ഓടിച്ചു. അന്ന് ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു 95 ഉണ്ടായിരുന്നു, ഓടിച്ചുകൊണ്ട് പോന്നു. അത് കഴിഞ്ഞൊരു 90 തുടങ്ങി റീജൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ റീജനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആക്സിലേറ്ററിന്റെ ത്രോട്ടിൽ റിവേഴ്സ് ചെയ്യുമ്പോഴും ബ്രേക്കിലും ബ്രേക്ക് പിടിക്കാണ്ടും ഉള്ള എഞ്ചിന്റെ ആ ഒരു റീജൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുറെ ഓടിച്ച് ഒരു ബിലോ 60 ഒരു 55 ഒക്കെ അപ്രോക്സിമേറ്റ്ലി ആയി കഴിഞ്ഞപ്പോൾ ഇതും വർക്ക് ചെയ്യണില്ല, എഞ്ചിനിൽ നിന്നുള്ള റീജനും വർക്ക് ചെയ്യണില്ല, അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ റീജനും വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഈ റീജൻ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കയറ്റം കയറുമ്പോൾ നല്ലപോലെ എടുക്കും, ഇറങ്ങുന്ന സമയത്ത് റീജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ ഇപ്പോൾ 1% ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 0.5% അല്ലെങ്കിൽ ഒരു 40% ആ ഒരു 1% തിരിച്ചു കയറണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലാണ് പല സ്ഥലത്ത് പല ഒക്കറൻസ് വരുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി കളക്റ്റീവ്ലി ഇൻക്രീസ് ചെയ്യും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ടാവാണ്. അവിടെ നിന്ന് കട്ടായെന്ന് വെച്ചപ്പോൾ 55% ആണെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോഴായാലും കയറ്റം കയറുമ്പോൾ പോകല് മാത്രമേ ഉള്ളൂ, തിരിച്ച് കയറലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ അത് പറഞ്ഞു അവരോട്. അപ്പോൾ അത് അവർ ഫസ്റ്റ് സർവീസിന് കൊണ്ടുവരുമ്പോൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞാണ്. ഈ 2 കംപ്ലൈൻസ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.